ഇസ്ലാമിക യുദ്ധം പരിശോധിക്കുമ്പോഴൊക്കെ മനസ്സിലാകും ആളുകളെ കൊന്നിട്ടുള്ള, ജനങ്ങളെ വെട്ടിക്കീറിയിട്ടുള്ള ആ രൂപത്തിലുള്ള യുദ്ധത്തിന് ഇസ്ലാം പ്രോത്സാഹനം നൽകുന്നില്ല. ഇങ്ങോട്ട് നമ്മെ ആക്രമിക്കാൻ വരുന്നവരോട് പ്രതിരോധിക്കുക എന്നുള്ളത് മാത്രമാണ് ഇസ്ലാമിന്റെ ശൈലി. അത് നാം നമ്മുടെ ജീവിതത്തിലും മനസ്സിലാക്കേണ്ടതുണ്ട്. നാം പറഞ്ഞു വന്നത് സ്വഹാബത്തിന്റെ അചഞ്ചലമായ വിശ്വാസത്തെ കുറിച്ചാണ്. 313ഓളം പേർ ഇസ്ലാമിന്റെ പോർക്കളത്തിൽ ശത്രുക്കളോട് പോരാടുമ്പോൾ അവരിൽ നിന്ന് ഒരാളും പിന്തിരിഞ്ഞോടിയില്ല. കാരണം എന്തേ? 1000ഓളം വരുന്ന സംഘം നമുക്ക് മുൻപിനായി കൊണ്ട് വലിയ ആയുധവുമായി വെട്ടാനൊരുങ്ങി നിൽക്കുമ്പോൾ അവർ ഒരാളും തന്നെ പിന്തിരിഞ്ഞോടിയില്ല എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അവരുടെ വിശ്വാസത്തിന്റെ ഊർജ്ജത്രയാണ്. അവർ അല്ലാഹുവിനെ വിശ്വസിച്ചത് എന്തോരമാണ്. അവർ ഹബീബായ തങ്ങളെന്ന നേതാവിൽ അർപ്പണ മനോഭാവം നടത്തിയത് എത്രയോ വലുതാണ്. ആ ഒരു അർപ്പണ മനോഭാവത്തിന്റെ ബാക്കിയായിക്കൊണ്ട് അള്ളാഹുവിനെ വിശ്വസിച്ചു എന്ന കാരണം കൊണ്ട് അല്ലാഹ് തന്നെ പറഞ്ഞില്ലേ, ഇഫ്അലു മാ ശിഅ്തും. ഓ ബദരീങ്ങളെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ചെയ്തുകൊള്ളുക. നിങ്ങളെ ബദരീങ്ങളാണ്, നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ സ്ഥാനമുണ്ടെന്ന് ഹബീബുനാ വസയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അല്ലാഹു ബദരീങ്ങൾക്ക് അങ്ങനെ ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ട്. തീർന്നില്ല മുഅ്മിനീങ്ങളെ, അല്ലാഹു തൗബയെ പറ്റി, പശ്ചാത്താപത്തിനെ പറ്റി, ഇസ്തിഗ്ഫാറിനെ പറ്റി പറയുന്നത് എന്താണ്? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കുക, യാ ഇബാദിയോ, അല്ലാഹുവിന്റെ അടിമകളെ, അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, അവരുടെ ശരീരങ്ങളുടെ മേൽ ഇസ്റാഫ് നടത്തിയവരായ ഓ അടിമകളെ, ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്. ഇവിടെയാണ് നമ്മുടെ പോയിന്റ് കടന്നു വരുന്നത്. ലാ തഖ്നതു, നിങ്ങൾ ആശമുറിയരുത്, മിൻ റഹ്മത്തില്ലാഹി, അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ ആശമുറിയരുത് കേട്ടോ. അല്ലാഹു കാരുണ്യവാനാണോ എന്നുള്ള വിഷയത്തിൽ, അല്ലാഹു എന്നോട് കരുണ ചെയ്യുമോ എന്ന വിഷയത്തിൽ, അല്ലാഹു എനിക്ക് പുറത്തു തരുമോ എന്നുള്ള ചിന്തയിൽ നാം നമ്മുടെ ഹൃദയത്തിൽ ആശങ്കയുളവാക്കരുത്, ആശങ്ക ഉള്ളവരായി മാറരുത്. ളന്നൂബിൽ മുഅ്മിനീന ഖൈറ എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. മുഅ്മിനീങ്ങളെ കൊണ്ട് നല്ലത് ചിന്തിക്കണം എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുവെങ്കിൽ ആ മുഅ്മിനീങ്ങളെ പടച്ചുണ്ടാക്കിയ അല്ലാഹുവിനെ കൊണ്ട് ഖൈറല്ലേ ചിന്തിക്കേണ്ടത്. അല്ലാഹു പുറത്തു തരുന്നവനല്ലേ, അല്ലാഹു എനിക്ക് പുറത്തു തരും എന്നുള്ള റജായിലാണ് നാം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. ഖുർആൻ പഠിപ്പിക്കുകയാണ്, ചെറുപാപം അല്ലാഹു പൊറുക്കുമെന്നല്ല, ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. ദോഷമെന്ന പേര് പറയപ്പെടാൻ പറ്റുന്ന എന്തൊക്കെയുണ്ടോ അതെല്ലാം പുറത്തു തരാൻ കഴിവുള്ളവനാണ് അല്ലാഹ്. ഉള്ളതൊന്നും ഉള്ളതല്ല, ഉള്ളതിന് നാശമില്ല, നാശമുള്ളത് ഉള്ളതല്ല. ആ ഉള്ളതിന്റെ ഉള്ളിലൊരു ഉള്ളവനുണ്ട്, അവനാണ് അല്ലാഹ്. ആ ഉള്ളറിയുന്ന അല്ലാഹു നിസാരക്കാരനല്ല, ആ ഉള്ളറിയുന്ന അല്ലാഹു വെറുതെയാക്കില്ല. പശ്ചാത്താപം സ്വീകരിക്കാതെ മുഅ്മിൻ എന്ന പേരിനാൽ നാം ജീവിക്കുമ്പോ അല്ലാഹു നമ്മളെ കൈയൊഴിയുന്നവനല്ല. ഈ ആയത്തിൽ സുമർ സൂറത്തിന്റെ 35-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത് എന്താ? യാ ഇബാദി എന്നാ തുടങ്ങുന്നത്. ഓ അടിമകളെ, അല്ലാഹുവിന്റെ അടിമകൾ,
അവർ ജീവിതകാലത്ത് ഒരുപാട് തെറ്റ് ചെയ്താൽ പോലും എത്രത്തോളം അള്ളാഹുവിനെ അല്ലാത്തവർക്ക് ആരാധന നടത്തി ശിർക്ക് നടത്തിയാൽ പോലും അവന് പിന്നീട് പശ്ചാത്താപമുണ്ടായി അവൻ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അവനെ ഏറ്റെടുക്കാൻ, അവനോട് നല്ലത് രൂപത്തിൽ പെരുമാറാൻ ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ അള്ളാഹുവിന്റെ മതത്തിന്റെ വലിപ്പം എത്രയാണ് നിങ്ങളെ. ജീവിതകാലത്തിൽ 60 വയസ്സോളം ജീവിച്ച വ്യക്തി 56 വർഷവും ശിർക്കിലായി കഴിഞ്ഞുകൂടി, മറ്റ് ആരാധനകളിലായി കഴിഞ്ഞുകൂടി. അവസാനത്തെ 4 കൊല്ലം റബ്ബേ എനിക്ക് തെറ്റുപറ്റി നീ എന്നോട് പൊറുക്കണേ എന്ന് പറയുമ്പോ ആ തെറ്റുവരെ പുറത്തു കൊടുക്കാൻ കഴിവുള്ളവനാണ് അല്ലാഹ്. അവിടെയാണ് യാ ഇബാദി എന്ന വാക്കിന്റെ പ്രാധാന്യം ഇരിക്കുന്നത്. യാ അയ്യുഹൽ മുഅ്മിൻ എന്നല്ല പറഞ്ഞത്, മുഅ്മിനീങ്ങൾക്ക് ഞാൻ പുറത്തു കൊടുക്കുമെന്നല്ല പറഞ്ഞത്. ഈ ചോദ്യം, ഈ പറച്ചിലുള്ളത് മുഴുവൻ അടിമകളോടുമാണ്. അത് മാത്രമാണോ? അല്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. കേവലം ചെറുപാപങ്ങൾ പൊറുക്കുമെന്നാണോ? അല്ലെങ്കിൽ 1-2 വലിയ പാപങ്ങൾ പൊറുക്കുമെന്നാണോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാപം പൊറുക്കുമെന്നാണോ? ഒരിക്കലുമല്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. അല്ലാഹു എല്ലാ പാപവും പൊറുക്കുന്നവനാണ്. അതിന് മാനദണ്ഡം വിശ്വാസം മാത്രമാണ്. അല്ലാഹുവിനെ വിശ്വസിക്കണം എന്നുള്ളതാണ്. ആ വിശ്വാസത്തിൽ ഉറപ്പുണ്ടാകണം എന്നുള്ളതാണ്. ചെയ്തു പോയ തെറ്റിനോട് പശ്ചാത്താപം വേണമെന്നതാണ്. ആ തെറ്റിലേക്ക് പിന്നീട് പോകില്ല എന്നുള്ള ദൃഢനിശ്ചയവും മുഅ്മിനീങ്ങളെ ഒരു ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഈ നേരത്തെ പറഞ്ഞ സുമർ സൂറത്തിലെ ആയത്ത് ഇറങ്ങിയത് മഹാനായ ഹബീബുനാ വസയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൂത്താപ്പയെ പറ്റിയാണ്. ഉഹുദ് യുദ്ധ രണാങ്കണത്തിൽ ശത്രുക്കളുടെ വെട്ടേറ്റ് മരണപ്പെട്ട സയ്യിദു ശുഹദാ ഹംസത്തുൽ ഖർറാർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പഠിപ്പിക്കാനാണ്. മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു ബദരിയാണ്, സയ്യിദു ശുഹദാ ആണ്, മുത്തുനബി തങ്ങളുടെ മൂത്താപ്പയാണ്. വഹ്ശി എന്ന് പറയുന്ന പിന്നീട് മുസ്ലിമായ സ്വഹാബി, അന്നേരം ഉഹുദ് യുദ്ധ രണാങ്കണത്തിൽ ശത്രുപക്ഷത്തുള്ള സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൂത്താപ്പക്കെതിരായി കൊണ്ട് അമ്പേറ നടത്തുമ്പോൾ ഹംസ റളിയല്ലാഹു അൻഹു വെട്ടേറ്റ് താഴെ വീഴുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അത്താണിയായിരുന്ന ഹംസ തങ്ങളാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറെ ഇഷ്ടപ്പെട്ട സ്വഹാബിയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ലാതെ പരിപാലനമായവരാണ്. മുത്തുനബി തങ്ങളുടെ ഒരു രോമത്തിന് പോറല് പറ്റിയാൽ ഹംസ റളിയല്ലാഹു അൻഹുവിന് സഹിക്കില്ലായിരുന്നു മുഅ്മിനീങ്ങളെ. അങ്ങനെയുള്ള ഹംസ റളിയല്ലാഹു അൻഹുവാണ് വഹ്ശി എന്ന് പറയുന്ന പിന്നീട് സ്വഹാബിയായ വ്യക്തിയുടെ കൈകളാൽ ഉഹുദ് യുദ്ധ രണാങ്കണത്തിൽ വെട്ടേറ്റ് നിലം പതിച്ചത് എങ്കിൽ ഹബീബായ തങ്ങൾക്ക് വല്ലാതെ വിഷമമാവുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സങ്കടം സഹിക്കാൻ കഴിയാത്ത രൂപത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉള്ളിൽ വിഷമം ഒതുക്കുന്ന സമയത്താണ് വഹ്ശിക്ക് മനസാന്തരം ഉണ്ടാകുന്നത്, വഹ്ശിക്ക് പശ്ചാത്താപം ഉണ്ടാകുന്നത്, വഹ്ശിക്ക് ഇസ്ലാമിലേക്ക് കടക്കണമെന്നുള്ള ചിന്തയുണ്ടാകുന്നത്. അങ്ങനെ വഹ്ശി ഹബീബായ തങ്ങൾക്ക് കത്തെഴുതുകയാണ്. ഓ പ്രവാചകരെ, എനിക്ക് തെറ്റുപറ്റിപ്പോയി നബിയേ, ഞാൻ ഇത്ര നാൾ ശിർക്കിലായി ബന്ധപ്പെട്ടു പോയി നബിയേ, എനിക്ക് ഇസ്ലാമിന്റെ കൊടി പിടിക്കണം, എനിക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരണം, എനിക്ക് ഇസ്ലാമിൽ എന്റെ ഏക ഇലാഹായ അല്ലാഹുവിനെ വിശ്വസിക്കണം എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്
വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന വിശ്വാസം പറഞ്ഞുകൊണ്ട് വഹി കടന്നു വരുമ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരു കരവും നീട്ടി സ്വീകരിക്കുകയാണ്.